മുനമ്പവും വയനാടും കേരളത്തിൻ്റെ മറ്റിടങ്ങളിലും ഉയരുന്ന തേങ്ങലുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഒടുവിൽ ആ ബില്ലെത്തുകയാണ്. കേന്ദ്ര സർക്കാർ അത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ വഖഫ് അമെൻമെൻറ്റ് ബിൽ പാസ്സാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. അത് വെറും പറച്ചിലല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ബില്ല് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ലിസ്റ്റിൽ 9ാമതാണ് വഖഫ് ബിൽ അമെൻമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ശീതകാല സമ്മേളനം മിക്കവാറും അത് ഈ 26-ാം തീയതി ചർച്ചയ്ക്കെടുക്കുകയും 27-ാം തീയതിയോ 28-ാം തീയതിയോ പാസ്സാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലുകൾ നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്യാറുണ്ട്, അത് പ്രസിദ്ധപ്പെടുത്താറുണ്ട്. അങ്ങനെ ലിസ്റ്റ് ചെയ്തതിൽ 9ാമതായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് വഖഫ് ബില്ലാണ് എന്ന് പറയുമ്പോൾ പ്രത്യാശ മാത്രമല്ല, അത് ഉറപ്പായും പാസ്സാകുമെന്നുള്ളത് നരേന്ദ്രമോദി സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പാണ്. അത് പാസ്സാകുക തന്നെ ചെയ്യും. ഏതായാലും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബോർഡിൻ്റെ കരാളഹസ്തത്തിൽ പിടഞ്ഞ് നീറുന്ന ഒരുപാട് ജീവിതങ്ങൾക്ക് വലിയ പ്രത്യാശയാണ് ഈ ബില്ല്. അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്നത്തെ ദിവസം ഇത് 2ാമത്തെ വാർത്തയാണ് ഈ ബില്ലിനെ കുറിച്ചുള്ളത്. ആ വഖഫ് ബില്ല് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഈ നിമിഷത്തിൽ നൽകാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.